ഹായ് മക്കളെ, അഭിനയ മിസ് ആണ്. അപ്പം മിസ്സിന്റെ മക്കള് 3ാം ക്ലാസ്സിൽ നിന്ന് 3rd സ്റ്റാൻഡേർഡിൽ നിന്ന് 4ാം ക്ലാസ്സിലേക്ക് അല്ലെ 4th കിടക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെയുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു എക്സാം ആണ് അല്ലെ LSS ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം അല്ലെ. എന്താണ് LSS നിങ്ങൾക്ക് അറിയോ? അതായത് നിങ്ങൾ ഇതുവരെ ഒരു പബ്ലിക് എക്സാം എഴുതിയിട്ടില്ല, ആദ്യമായിട്ടാണ് നിങ്ങളൊരു പബ്ലിക് എക്സാം എഴുതാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ LSS ഒരു പബ്ലിക് എക്സാം ആണ്. എല്ലാവർക്കും LS കിട്ടൂടാ, എല്ലാവരും LS കിട്ടുമോ? എല്ലാവർക്കും എന്താണ് LS കിട്ടും അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചാൽ എന്ത് ചെയ്യും? ഇത് അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കണം? നിങ്ങളെ ടെക്സ്റ്റ് മാറി വന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് എല്ലാം മാറി വന്നിട്ടുണ്ട്. അപ്പൊ ആ ടെക്സ്റ്റിലുള്ള എല്ലാ കണ്ടന്റും നിങ്ങൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. അതുകൂടാതെ നിങ്ങൾ കറണ്ട് അഫെയറും അതുപോലെ തന്നെ GKയും, കറണ്ട് അഫെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് കറൻ്റ്ലി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ GK ജനറൽ നോളേജും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് രണ്ട് പേപ്പറാണ് ഉണ്ടാവുക. അതായത് പേപ്പർ 1ഉം പേപ്പർ 2ഉം ഈ ഒരു LS എക്സാമിന് 2 പേപ്പറാണ് ഉണ്ടാവുക. ആ ഒരു 2 പേപ്പറിലും കൂടിയിട്ട് ടോട്ടൽ മാർക്ക് 80 ഔട്ട് ഓഫ് 80ലാണ് നിങ്ങൾ എക്സാം ഉണ്ടാവുക. ആ ഒരു 80ൽ നോക്കിക്കേ 48 മാർക്ക് മാത്രമേ എന്ത് ചെയ്യണ്ടൂ കിട്ടേണ്ടേ ഉള്ളൂ. 48 മാർക്ക് കിട്ടാൻ നമ്മൾ എന്താണ് LS കിട്ടി കേട്ടോ. നമുക്ക് അതിൻ്റെ ഒരു 60%, അതായത് 80ൻ്റെ 60% ആണ് 48. ഈ ഒരു 48 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് LSS കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. എല്ലാം എന്ത് ചെയ്യുക? നന്നായി എക്സലൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു നിങ്ങളെ കണ്ടന്റ്, നിങ്ങളെ ടെക്സ്റ്റ്, GK, കറണ്ട് അഫെയർസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഈ ഒരു LS നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. LS കഴിഞ്ഞാൽ USS ഉണ്ട്, NMMS ഉണ്ട്, ഒത്തിരി സ്കോളർഷിപ്പ് എക്സാംസ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? LSS ആണ്. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുമെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിൽ നമ്മൾ എജുപോഡിൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് മിസ് വരുന്നതായിരിക്കും. അതുവരെ ബൈ.